നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ കേരള പാഠാവലി 6-ാമത്തെ പാഠമായ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാഠഭാഗത്തെ ചിത്രം നോക്കിയ മക്കളെ, ആരെയെല്ലാമാണ് കാണിച്ചിട്ടുള്ളത്? ചക്രക്കസേരയിലിരിക്കുന്ന കാല് വയ്യാത്ത ഒരു കുട്ടിയെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആ ചക്രക്കസേരയ്ക്ക് എന്താ പറയുക? വീൽ ചെയർ എന്ന് പറയും. പിന്നെ സമീപത്തായിട്ട് ഒരു നായ്ക്കുട്ടിയുണ്ട്, ഒരു പൂച്ചക്കുട്ടിയെ കാണിച്ചിട്ടുണ്ട്, ഉറുമ്പിനെ കാണിച്ചിട്ടുണ്ട്, പിന്നെ കാക്കയെയും കോഴിയെയും കാണിച്ചിട്ടുണ്ട്, ഒരു ചിത്രശലഭത്തിൻ്റെ ചിത്രമുണ്ട്. ഇവയൊക്കെ അവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളാണ്. ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള കാല് വയ്യാത്ത കുട്ടിയുടെ പേര് ഷൈനി എന്നാണ്. അവൾക്ക് പാലപ്പം വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഷൈനിയുടെ അമ്മ എന്ത് ചെയ്തു? ഷൈനിക്ക് പാലപ്പം ചുട്ടുകൊടുത്തു. പക്ഷേ ഷൈനി ആ പാലപ്പവുമായി എന്തിനാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത്? അത് നമുക്കിവിടെ നോക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ മക്കളെ? പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടിയും കാക്കയും കോഴിയും ഉറുമ്പും എല്ലാം നമ്മുടെ ഷൈനിയുടെ കൂട്ടുകാരാണ്. എല്ലാ ജീവികളോടും വളരെയധികം സ്നേഹവും അവർക്ക് നല്ലത് മാത്രവും ചെയ്യുന്ന കുട്ടിയാണ് നമ്മുടെ ഷൈനി. പാഠഭാഗം നോക്കിയേ മക്കളെ. ഷൈനി ഷൈനി, ആരോ കൂട്ടുകാർ ഷൈനിയെ വിളിക്കുകയാണ്. അപ്പോൾ ഷൈനി ചോദിച്ചു, ആരാ? അപ്പോൾ അതിന് മറുപടി പറയുന്നു, ഞാനാ. കൂട്ടത്തിൽ വിളിച്ചവർ പറഞ്ഞു, ഞാനാ. അപ്പോൾ ഷൈനി ചോദിച്ചു, എന്താ? അപ്പോൾ അവർ പറയാണ്, വിശക്കുന്നു, തിന്നാൻ ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി എന്ന് വിളിച്ചവർ ചോദിക്കുന്നു. അടുത്ത ഭാഗം നോക്കിയ മക്കളെ. വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ ചെറുതായി, കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ, പതുപതുത്തൊരു പാലപ്പം എങ്ങനെ ചെറുതായി. ബാക്കി ഭാഗം നമ്മളവിടെ എഴുതി ചേർക്കണം. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? ആരുടെയൊക്കെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ടോ നോക്കി. അപ്പം നമുക്ക് ഉറുമ്പ് വന്ന് തിന്നിട്ടോ കാക്ക വന്ന് കൊത്തിയിട്ടോ പതുപതുത്തൊരു പാലപ്പം എങ്ങനെ ചെറുതായി എന്നവിടെ എഴുതി ചേർക്കാം. അടുത്ത പേജ് നോക്കിയേ മക്കളെ. ഒരു പൂച്ചയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു കോഴിയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം. ബാക്കി നമ്മളവിടെ എഴുതി ചേർക്കണം. നമുക്ക് എന്തെഴുതാം? അമ്മ ചുട്ടൊരു പാലപ്പം, പതുപതുത്തൊരു പാലപ്പം, എന്തൊരു രുചി ഈ പാലപ്പം, ആഹാ നല്ലൊരു പാലപ്പം എന്ന് ടീച്ചർ അവിടെ എഴുതുന്നു. മക്കൾക്ക് നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങൾ അനുസരിച്ച് വരികൾ അവിടെ എഴുതി ചേർക്കാം. ഷൈനി തൻ്റെ എല്ലാ കൂട്ടുകാർക്കും പാലപ്പം കൊടുത്തു. അങ്ങനെ ഓരോരുത്തർക്കും പാലപ്പം കൊടുക്കുമ്പോഴും ഷൈനിയുടെ പാലപ്പം എന്ത് ചെയ്തു വന്നു? ചെറുതായി വന്നു. അടുത്ത് നോക്കിയ മക്കളെ, രുചിമേളം. പലതരം രുചികളുള്ള ആഹാര സാധനങ്ങളുണ്ട്. അതിൽ ചില രുചികൾ നമുക്ക് ഇഷ്ടമായിരിക്കും, ചിലവ ഇഷ്ടമല്ലാത്തവയുമായിരിക്കും. ഇവിടെ ഏതൊക്കെ തന്നിട്ടുള്ളതെന്ന് നോക്കിയേ. മധുരമുള്ളവ, പുളിപ്പുള്ളവ, കയ്പുള്ളവ, ഇവ ഓരോന്നും നമുക്ക് എഴുതി ചേർക്കണം. നോക്കിയേ, മധുരമുള്ളവ ഏതൊക്കെ എഴുതാം നമുക്ക്? ലഡു, ജിലേബി, മിഠായി. ഇനി കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവിടെ എഴുതി ചേർക്കുക. അടുത്ത പുളിപ്പുള്ളവ, മാങ്ങ, മുന്തിരി, നാരങ്ങ, മോര്, ഇവയ്ക്കൊക്കെ പുളിപ്പുണ്ട്. കയ്പുള്ളവ, പാവയ്ക്ക, നെല്ലിക്ക, നാരങ്ങയ്ക്കും കയ്പുണ്ട് അല്ലേ? നാരങ്ങ. ഇതുകൂടാതെ മധുരവും പുളിപ്പും കയ്പും ഒക്കെയുള്ള മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ അവിടെ എഴുതി ചേർക്കാം. അടുത്ത നോക്കിയ മക്കളെ, ചിത്രം നോക്കൂ, കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ പറയൂ, എഴുതൂ. കഥ എഴുതുമ്പോൾ കഥയ്ക്ക് പേര് കൊടുക്കണ്ടേ മക്കളെ? നമ്മുടെ കഥയ്ക്ക് എന്ത് പേര് കൊടുക്കാം? കാക്കയമ്മയുടെ പ്രഥമൻ. ഒരിക്കൽ കാക്കയമ്മ അടപ്രഥമൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് അട വേണം, മധുരത്തിന് ശർക്കര, രുചി കൂട്ടാൻ നെയ്യും കിസുമിസും അണ്ടിപ്പരിപ്പും പിന്നെ തേങ്ങാപ്പാലും വേണം. പൂവൻ കോഴി അടയും ഏലക്കയും കൊണ്ടുവന്നു. ഉറുമ്പ് ശർക്കരയും പൂച്ച നെയ്യും തേങ്ങായും കൊണ്ടുവന്നു. അണ്ടിപ്പരിപ്പും കിസുമിസും കാക്കയമ്മയാണ് കൊണ്ടുവന്നത്. തേങ്ങ 3 തവണ പിഴിഞ്ഞ് പാലെടുത്തു. തീ കത്തിച്ച് കാക്കയമ്മ ഉരുളി അടുപ്പത്ത് വെച്ചു. ശർക്കര അതിലിട്ട് ഉരുക്കി. അതിലേക്ക് അടയിട്ട് വരട്ടി. പാകമായപ്പോൾ 2-ാം പാൽ ചേർത്തു. വീണ്ടും ഇളക്കി. കുറുകി വന്നപ്പോൾ 3-ാം പാൽ ചേർത്തിളക്കി. പാകമായപ്പോൾ ഏലക്കാപ്പൊടി ചേർത്തിളക്കി. തുടർന്ന് 1-ാം പാൽ ചേർത്തു. ശേഷം നെയ്യിൽ വറുത്ത കിസുമിസും അണ്ടിപ്പരിപ്പും ഇട്ട് നന്നായി ഇളക്കി അടുപ്പിൽ നിന്നും മാറ്റിവെച്ചു. ഹായ്, എന്തു രുചി! എല്ലാവരും വയറ് നിറയെ കഴിച്ചു. അടുത്ത നോക്കിയ മക്കളെ, പോഷകമാണി പാവയ്ക്ക.
പാവയ്ക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് എന്താണ്? അതിൻ്റെ കയ്പ്പ് രുചിയാണല്ലേ മക്കളെ? അതുകൊണ്ട് തന്നെ പാവയ്ക്ക കഴിക്കാൻ പലർക്കും മടിയാണ്. എന്നാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക. വിറ്റാമിൻ സിയുടെ കലവറയാണ് പാവയ്ക്ക. പാവയ്ക്കയിലുള്ള വിറ്റാമിൻ എ കാഴ്ചശക്തിക്ക് നല്ലതാണ്. ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള പാവയ്ക്കയിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഭക്ഷ്യനാരുകൾ, കാൽസ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ മക്കളെ നമ്മൾ ചെയ്യേണ്ടത്? പാവയ്ക്ക അമ്മ വീട്ടിൽ കറി വെച്ച് തരുമ്പോൾ എല്ലാ മക്കളും അതെന്ത് ചെയ്യണം? കഴിക്കണം. പാവയ്ക്കയെക്കുറിച്ച് കുട്ടി എന്താ പറയുന്നത് നോക്കിയേ മക്കളെ. നമുക്കവിടെ പൂരിപ്പിക്കുകയും വേണം. നോക്കിയേ, അച്ചാ അച്ചാ പാവയ്ക്ക, പിച്ചാ മോനെ പാവയ്ക്ക, കയ്പ്പാണച്ചാ പാവയ്ക്ക, പോഷകമാണേ പാവയ്ക്ക, വയ്ക്കാ മോനെ പാവയ്ക്ക. പാവയ്ക്ക കറി വയ്ക്കുമ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് കുറയും. അപ്പോൾ കുട്ടി പറയുന്നു, കയ്പ്പില്ലച്ചാ പാവയ്ക്ക, തിന്നാ മോനെ പാവയ്ക്ക. മക്കൾക്ക് നിങ്ങളുടെ ആശയങ്ങളനുസരിച്ച് അവിടെ എഴുതി ചേർക്കാം. നോക്കിയേ മക്കളെ, ആവിയിൽ വേവും ആഹാരങ്ങൾ: ഇലയട, പുട്ട്, കൊഴുക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം, ഇഡ്ഡലി, ഇടിയപ്പം ഇവയൊക്കെ ആവിയിൽ വേവിക്കുന്ന ആഹാര സാധനങ്ങളാണ്. ചുട്ടെടുക്കും ആഹാരങ്ങൾ: ഓട്ടട, പത്തിരി, ദോശ, ചപ്പാത്തി ഇവയൊക്കെ ചുട്ടെടുക്കുന്ന ആഹാര സാധനങ്ങളാണ്. വറുത്തെടുക്കും ആഹാരങ്ങൾ: ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, ബോളി, ഉപ്പേരി, പഴംപൊരി, കുഴലപ്പം ഇവയൊക്കെ തന്നെ നമ്മൾ വറുത്തെടുക്കുന്ന ആഹാര സാധനങ്ങളാണ്. വേവിക്കാത്തവ പലതുണ്ട്. ഏതൊക്കെയാണ്? മോര്, തൈര്, സർബത്ത്, പഴങ്ങൾ, ജ്യൂസ്, സാലഡ്, ക്യാരറ്റ് ഇവയൊക്കെ നമ്മൾ വേവിക്കാതെ കഴിക്കുന്ന ആഹാര സാധനങ്ങളാണ്. അടുത്ത് നോക്കൂ മക്കളെ, പദകേളി: സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തി എഴുതൂ. സദ്യയിൽ വിളമ്പുന്ന ആഹാര സാധനങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടുന്ന ഭാഗങ്ങൾ എഴുതി ചേർക്കണം. പഴം, പച്ചടി, പായസം, രസം, ചോറ്, ഓലൻ, പ്രഥമൻ. അടുത്ത് നോക്കിയേ മക്കളെ, സദ്യയിൽ എന്തൊക്കെ സാധനങ്ങളാണ് സദ്യയിൽ വിളമ്പുന്നത് നോക്കിയേ. പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാർ, ഓലൻ, കാളൻ, സാമ്പാർ, പരിപ്പ്, രസം, മോര്, ചോറ്, നെയ്യ്, നാരങ്ങ, പ്രഥമൻ, ബോളി, സേമിയ. തന്നിട്ടില്ലാത്ത ഏതൊക്കെ വിഭവങ്ങളാണ് മക്കളെ സദ്യയിൽ വിളമ്പുന്നത്? കൂട്ടുകറി, ഇഞ്ചിക്കറി, അവിയൽ, തോരൻ ഇവയൊക്കെ സദ്യയിൽ വിളമ്പുന്ന വിഭവങ്ങളാണ്. ടീച്ചർ അതവിടെ എഴുതി ചേർക്കുന്നു. അടുത്ത് നോക്കിയേ മക്കളെ, വായിക്കാം, നടിക്കാം. ചിത്രത്തിൽ എന്താ മക്കളെ കാണിച്ചിട്ടുള്ളത്? അമ്മപ്പൂച്ച ദോശ ചുടുന്ന ചിത്രമാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? കുഞ്ഞിപ്പൂച്ചയും ഇതെല്ലാം കണ്ടുകൊണ്ട് അടുത്തിരിപ്പുണ്ട്. നമുക്കവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. നോക്കിയേ മക്കളെ, ദോശമാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്തു. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദോശ ചുടുന്നതിന് ആദ്യം എന്താ മക്കളെ ചെയ്യേണ്ടത്? ദോശമാവെടുത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് കലക്കി വെക്കണം. എന്നിട്ട് അടുപ്പിൽ തീ കത്തിച്ച് ദോശക്കല്ലെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കണം. എന്നിട്ട് ചൂടായ ദോശക്കല്ലിലേക്ക് എണ്ണ പുരട്ടി കലക്കി വെച്ചിരിക്കുന്ന മാവൊഴിച്ച് പരത്തണം. അതിനുശേഷം ദോശയുടെ ഒരു സൈഡ് പാകമാകുമ്പോൾ മറു സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. പാകമായ ദോശ പാത്രത്തിലെടുത്ത് വയ്ക്കാം. അതിനുശേഷം കൈ കഴുകി വന്ന് വയറ് നിറയെ കഴിക്കാം. അടുത്ത് നോക്കിയേ മക്കളെ, വട വേണോ വട? ഉള്ളിവടയോ ഡാഷ് മസാല വടയോ ഏത് വടയാ കഴിക്കേണ്ടേ? നമുക്കവിടെ ഉഴുന്നു വടയോ എന്ന് എഴുതി ചേർക്കാം. അടുത്ത് നോക്കിയേ, പരിപ്പ് വടയോ ഡാഷ് മസാല വടയോ ഏത് വടയാ തിന്നേണ്ടേ? അവിടെ നമുക്ക് പപ്പട വടയോ എന്ന് എഴുതി ചേർക്കാം. ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്